Rebkant Mahanta. I. M. Vijayan, Khel, Football. കൂടി അച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കണ്ട് അത് ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം ഒന്നുമില്ല, അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ വേടൻ അത് പറഞ്ഞു, വേടൻ ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് കുറേ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിനകത്തൊക്കെ വരുന്നത്. നമ്മളത് കുറേ കാണുന്നുണ്ട്, എടുക്കുന്നതൊക്കെയുണ്ട്. അപ്പം പറയുന്നത് മൊത്തമെല്ലാം ഹിന്ദുക്കളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നതെല്ലാം. 2 ആഴ്ച ആയതേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമൊക്കെ നടന്നിട്ട്. അതിൽ ഇന്ത്യ നല്ല രീതിയിൽ പാകിസ്ഥാനെ ആക്രമിച്ചു. തക്കതായ ശിക്ഷയും അവർക്ക് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു ഇതാണ് വരുന്നത്. ഹിന്ദുക്കൾ അത് ചെയ്തു, ഹിന്ദുക്കൾ ഇത് ചെയ്തു എന്നും പറഞ്ഞാണ് വരുന്നത്. ഹിന്ദു മുസ്ലിം വിരുദ്ധത ആണ് ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം വിരുദ്ധത തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഹിന്ദുക്കൾ പിന്നെ പൊതുവേ ഹിന്ദുക്കളെ ആർക്കും എന്നും പറയാം, ആരും തിരിച്ചൊന്നും പറയില്ല. കയറാനായിട്ട് ഹിന്ദുക്കളുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുകൊണ്ടായിരിക്കാം ഹിന്ദുക്കളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഹിന്ദുക്കളെ ആർക്കും എന്തും പറയാം, ആരും എന്ത് തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വെറുതെയാണ്. ഹിന്ദുക്കൾ പ്രതികരിക്കേണ്ട സമയത്ത് ഹിന്ദുക്കൾ പ്രതികരിച്ച് തന്നെ ഇരിക്കും. പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹിന്ദുക്കളെ ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. ഒരുപാട് വാക്കാൽ കൊണ്ടും നോട്ടം കൊണ്ടും ഒരുപാട് ഹിന്ദുക്കളെ ആക്രമിക്കുന്നുണ്ട്. ബോംബിടുന്നു ഒന്നുമില്ലെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വാക്കാൽ ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ, 3-4 ദിവസം മുന്നേ ഒരു താത്ത വിളിച്ച് സിന്ദാബാദ് പാടിയത്, കൊല്ലം വെച്ചാവോ എന്നും പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ? ആരും പ്രതികരിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഒരാൾ മാത്രം അങ്ങാണ്ട് അത് പ്രതികരിച്ചു, കൊല്ലം വെച്ചാവോ എന്നും പറഞ്ഞു. ഒരു താത്തയാണ്. ആ സ്ഥാനത്ത് ഒരു ഹിന്ദുക്കളായിരുന്നെങ്കിലും, ഒരു ഹിന്ദുവാണ് പറഞ്ഞിരുന്നതെങ്കിലും എന്തായിരുന്നു? നാടിളക്കി മറിച്ചതിന് മറ്റുള്ള ആൾക്കാർ. എന്തായാലും അതൊരു താത്ത ആയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് നല്ല സ്നേഹത്തോടെ കഴിയേണ്ട സ്ഥലത്ത് ആരൊക്കെയോ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. സ്പ്ലിറ്റാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. തമ്മിലടിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഒന്നും ഞാൻ കുറ്റം പറയില്ല. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ആരെയും കുറ്റം പറയില്ല. നല്ല മുസ്ലിംസ് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല മുസ്ലിംസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ചില ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്തൊരു താത്ത സിന്ദാബാദ് വിളിച്ചത്. കൊല്ലത്താണോ എന്ന് എനിക്കറിയില്ല. കൊല്ലത്തെ താത്തയൊന്നുമല്ല, വേറെ എവിടെയോ ഉള്ളൊരു താത്തയാണ്. കൊല്ലം വെച്ചാവൂ എന്നും പറഞ്ഞാണ് താത്ത സിന്ദാബാദ് വിളിച്ചത്. അതൊന്നും ശരിയായ ഒരു നടപടിയല്ല. നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയായ പ്രവർത്തികളല്ല. വീണ്ടും വിചാരത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ എല്ലാവരും, ക്രിസ്ത്യാനി ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ഒന്നിച്ച് സാഹോദര്യത്തോടെ കഴിയേണ്ട നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തമ്മിത്തല്ലി കഴിയുന്നതും പാര വെച്ചും കഴിയുന്ന നല്ല പ്രവണതയല്ല. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും കമൻറ്റും തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് നൈറ്റ്.